ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായി കുറച്ച് പുതിയ കളക്ഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് 2-3 പുതിയ വണ്ടി നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് 2010 മോഡൽ കൊറോള ആൾട്ടിസ് ആണ്. വി ആണ് വേരിയൻറ്റ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത് 2025 11-ാം മാസം വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചും കൂടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വണ്ടി 2010 മോഡലാണ്, 4th ഓണർ വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. വണ്ടിക്ക് 4 സൈഡ് 4 ടയറും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് കിടപ്പുണ്ട്. വണ്ടി ബാക്ക് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് 2016 മോഡലൊരു ഇയോൺ എറാ പ്ലസ് വണ്ടിയാണ്. 2nd ഓണർ വണ്ടി, 42,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് തന്നെ നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് 2,40,000 രൂപയാണ്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ ഇതൊക്കെയാണ്. 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പിന്നെ നല്ലൊരു സ്റ്റീരിയോ വെച്ച് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഇൻറ്റീരിയേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. അപ്പം 2nd ഓണർ വണ്ടിയാണ്. ഫിനാൻസ് നമുക്കൊരു മാക്സിമം ഒരു 90% വരെ നമുക്ക് ഫിനാൻസ് അവൈലബിലിറ്റി ഉണ്ട്. വേറെ ഒരു 50,000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാണെങ്കിൽ സെലേരിയോ ആണ്. 2018 മോഡൽ സെലേരിയോ ഓട്ടോമാറ്റിക് വണ്ടി, 2nd ഓണറാണ്. 33,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇറക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 4 ഡോർ പവറിൻ്റെ ആണ്, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. വണ്ടി ഇൻറ്റീരിയർ സീറ്റ് കവറൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ആൻഡ്രോയിഡ് സെറ്റാണ് കസ്റ്റമറിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് നമ്മൾ കിലോമീറ്റർ വരുമ്പോൾ 33,000 കിലോമീറ്ററാണ്. 2nd ഓണർ. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. ഇതിനകത്ത് നമ്മൾ എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് 4,90,000 രൂപയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ വണ്ടി ഇറക്കാവുന്നേ ഉള്ളൂ. ഫിനാൻസ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ട്. ഓൾ കേരള നമ്മൾ ഫിനാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നവർക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ്. 2010 മോഡൽ ഡീസൽ സ്വിഫ്റ്റ്, 1,32,000 കിലോമീറ്റർ ഓടി, മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ്. റേറ്റ് എക്സ്പെക്ടേഷൻ വരുന്നത് പറയുമ്പോഴത്തേക്ക് 2,30,000 രൂപയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്നത്. ഡിസംബർ വരെയാണ് ഇതിൻ്റെ ടാക്സ് കിടക്കുന്നത്. നമ്മൾ ടാക്സ് ഉൾപ്പെടെ നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ് ഈ റേറ്റിനകത്ത്. പിന്നെ മാർച്ചിലാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് റേറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2,500 രൂപ 3,000 രൂപയ്ക്കകത്ത് നമുക്ക് ടെസ്റ്റ് ഫീസ് കാര്യങ്ങളും തീരും. 12 രൂപയാണ് ഇതിന് ടാക്സ് വരുന്നത്. അത് ഇൻക്ലൂഡിംഗ് ആണ്. നമ്മുടെ ഈ റേറ്റിനകത്ത് നമുക്ക് ടാക്സ് ഉൾപ്പെടെ ഇൻക്ലൂഡിംഗ് ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഫിനാൻസ് കിട്ടത്തില്ല. പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. വണ്ടി നല്ല ഇൻറ്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി റീപ്ലേസ്മെൻ്റ് ആയിട്ട് മേജർ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇയർ ആൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കുള്ള 3 വണ്ടികൾക്ക് റേറ്റും കാര്യങ്ങളെല്ലാം കുറച്ചേക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഗ്രാൻഡ് ഐറ്റണ് നമ്മൾ 4,40 ഇട്ടിരുന്ന വില. ഇപ്പം 2019 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ എറയാണ് ഇത്. ഇതിന് റേറ്റ് നമ്മളിപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇയർ എൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4,15,000 രൂപയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്നത്. മാക്സിമം ഒരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ 2014 മോഡൽ പോളോ ആണ് ഇതിന് ഓഫറിനകത്ത് വരുന്നത്. ഇതും നമ്മൾ അത്യാവശ്യം കിലോമീറ്റർ വരുമ്പോൾ 1.32 ഓടി, കമ്പനി സർവീസ് വണ്ടിയാണ്. ഞാൻ നേരത്തെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഇതിന് നമ്മൾ കഴിഞ്ഞ വട്ടം ഇട്ടിരുന്നത് 3.5 ലക്ഷം രൂപയാണ്. ഇപ്പോൾ പ്രൈസ് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇതിന് റേറ്റ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് 3,30,000 രൂപയാണ് ഇട്ടേക്കുന്നത്.
അതേപോലെ 2014 മോഡൽ എറ്റിയോസ് ലീവയാണ്. ഇതിന് നമ്മൾ കഴിഞ്ഞ വട്ടം ഇട്ടിരുന്ന വില 4,50,000 രൂപയാണ്. പക്ഷേ ഇതിനും പ്രൈസ് കുറച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്, 42,000 കിലോമീറ്റർ ഓയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിന് റേറ്റ് ഇട്ടേക്കുന്നത് 4,25,000 രൂപയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.